കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരെന്നതിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനം കാത്ത് കേരളം. ചർച്ചകൾ പൂർത്തിയായ സാഹചര്യത്തിൽ ഇന്ന് തന്നെ പ്രഖ്യാപനമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ. ഡൽഹിയിൽ അവസാനവട്ട ചർച്ചകൾ തുടരുകയാണ്. വിവരങ്ങളുമായി ആന്റണി ജസ് ജോർജ് ആണ് ചേരുന്നത്. ആന്റണി, ഹൈക്കമാൻഡിന്റെ തീരുമാനം കാത്തിരിക്കുകയാണ് കേരളം. എന്തായാലും ചർച്ചകളൊക്കെ പൂർത്തിയായിട്ടുണ്ട്. ഡൽഹിയിലും അവസാനവട്ട ചർച്ചകൾ ഇപ്പോഴും തുടരുന്നു എന്നാണ് വിവരങ്ങൾ ലഭിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും ഉച്ചയ്ക്ക് ഉള്ളിൽ തീരുമാനമുണ്ടാകും, അല്ലെങ്കിൽ പ്രഖ്യാപനമുണ്ടാകും എന്നുള്ള ഒരു പ്രതീക്ഷയിലായിരുന്നു എല്ലാവരും. പക്ഷേ ഉച്ചയ്ക്കും പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല. ഇന്ന് ഇക്കാര്യത്തിലൊരു പ്രഖ്യാപനം ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് ഇപ്പോൾ എല്ലാവരും പങ്കുവയ്ക്കുന്നത്. നേരത്തെ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫൊക്കെ സംസാരിച്ചപ്പോഴും പങ്കുവച്ചത് അത് തന്നെയാണ്. ഇന്ന് വൈകുന്നേരത്തോടു കൂടി പ്രഖ്യാപനം ഉണ്ടാകും. ചർച്ചകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും ഇന്ന് പ്രഖ്യാപനം ഉണ്ടാകുമെന്നുള്ള ഒരു ശുഭപ്രതീക്ഷയിലാണ് എല്ലാവരും ഉള്ളത്. നമുക്കറിയാവുന്നതുപോലെ ഈ മുഖ്യമന്ത്രി പ്രഖ്യാപനം നീളുന്നതിൽ കടുത്ത അതൃപ്തി തുടരുകയാണ്. മുസ്ലിം ലീഗിനും അതുപോലെ തന്നെ മറ്റ് ഘടകകക്ഷികൾക്കുമെല്ലാം ആ അതൃപ്തി ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഇന്നലെ ചർച്ചകളൊക്കെ പൂർത്തിയാക്കി. ഇനി എന്താണ് കാലതാമസം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമായുള്ളത്. ഏതായാലും ഇന്ന് ആ പ്രഖ്യാപനം, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആരാകുമെന്നുള്ള പ്രഖ്യാപനം ഹൈക്കമാൻഡ് നടത്തും എന്ന് തന്നെ എല്ലാവരും പ്രതീക്ഷിക്കുമ്പോൾ രാവിലെ ഈ രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും കൂടിക്കാഴ്ച നടത്തും എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അത് രാവിലെ നടന്നില്ല. അത് വൈകുന്നേരത്തേക്കായിരിക്കും നടക്കുക എന്നുള്ളതാണ്. അതിനുശേഷമായിരിക്കും പ്രഖ്യാപനം ഉണ്ടാവുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. രാവിലെ ആ കൂടിക്കാഴ്ച നടന്നിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ സമയത്തൊക്കെ അതിൻ്റെ പ്രഖ്യാപനം വരുമായിരുന്നു. പക്ഷേ അത് നടന്നില്ല. ഇനിയിപ്പോൾ വൈകുന്നേരം അതുമായി ബന്ധപ്പെട്ടൊരു ചർച്ച നടക്കുന്നുണ്ട് ഇരുവരും തമ്മിൽ. അതിനുശേഷം ഒരു പ്രഖ്യാപനം ഉണ്ടാകും എന്ന് തന്നെയാണ് കരുതുന്നത്. എല്ലാവരും പ്രതീക്ഷയിലാണ്. KC വേണുഗോപാലാണെങ്കിലും അതുപോലെ തന്നെ VD സതീശൻ്റെ പക്ഷക്കാരാണെങ്കിലും രമേശ് ചെന്നിത്തലയുടെ അനുകൂലികളാണെങ്കിലും ഒക്കെ എല്ലാവരും വലിയ പ്രതീക്ഷയിലാണ് ഉള്ളത്. ഏതായാലും KC വേണുഗോപാൽ ഇന്നലെ നേതാക്കളുടെ വലിയ പിന്തുണ KC വേണുഗോപാലിന് ലഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അനുകൂലമായൊരു തീരുമാനം ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്ന് അവർ വിചാരിക്കുന്നു. VD സതീശൻ ജനവികാരം കണക്കിലെടുക്കണമെന്നൊരു നിലപാട് അറിയിച്ചിരുന്നു. VD സതീശുമായി ബന്ധപ്പെട്ട ആളുകൾ, മുസ്ലിം ലീഗ് അടക്കമുള്ള ഘടകകക്ഷികൾ VD സതീശന് അനുകൂലമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. ജനവികാരം VD സതീശന് അനുകൂലമാണ്. അതെല്ലാം പരിഗണിക്കപ്പെടുമെന്നുള്ളൊരു പ്രതീക്ഷ VD സതീശനും പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയും വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് ഉള്ളത്. ഏതായാലും ആർക്കനുകൂലമായൊരു നിലപാടുണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. സോണിയാഗാന്ധിയുടെ നിലപാട് ഇക്കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. ഇന്നലെ സോണിയാഗാന്ധി തന്നെയാണ് എല്ലാവരുമായി സംസാരിച്ചത്. ഇന്നിപ്പോൾ സോണിയാഗാന്ധി രാവിലെ ആശുപത്രിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് ആണ് തീരുമാനം വൈകുന്നത് എന്നുള്ളതാണ്. ഏതായാലും ഈ കാര്യങ്ങളൊക്കെ തീർത്തുകൊണ്ട് തിരക്കിട്ട കൂടിയാലോചനകളൊക്കെ നടക്കുന്നുണ്ട്. ഇന്ന് വൈകുന്നേരത്തോടു കൂടി ആ പ്രഖ്യാപനം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് കേരളം ഒന്നാകെ. ശരി, വ്യക്തമാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരെന്നതിൽ ഹൈക്കമാൻഡിന്റെ തീരുമാനം കാത്തിരിക്കുകയാണ്. ചർച്ചകളൊക്കെ പൂർത്തിയായ സാഹചര്യത്തിൽ ഇന്ന് തന്നെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷ തന്നെയാണ് എല്ലാവർക്കും ഉള്ളത്. നേതാക്കന്മാർ ഉൾപ്പെടെ പ്രതീക്ഷയിലാണ്. എന്തായാലും ഡൽഹിയിൽ അവസാനവട്ട ചർച്ചകളൊക്കെ തുടരുകയാണ്. വൈകുന്നേരത്തോടെയൊക്കെ മുഖ്യമന്ത്രി പ്രഖ്യാപനം ഉണ്ടാകുമെന്നൊക്കെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് ആന്റണി ജസ് ജോർജ് ആണ്.